So guys, I'm going to college. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതായത് രാവിലെ കോളേജിൽ പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നത്, പിന്നെ ഞാൻ എന്തൊക്കെ കാട്ടുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, അതൊക്കെ കണ്ടു ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ചൊവ്വാഴ്ചയാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ടീഷർട്ടാണ്. അപ്പോൾ ഞാനിതാ വെൽ ഗ്രൂമഡ് ആയിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് കാത്തിക്കുന്നുണ്ട്. ഇവിടുന്ന് 2 ബസ് കയറിയിട്ട് ഇപ്പോൾ നമുക്ക് പുതിയ ക്യാമ്പസിലാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് വേണം പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ഹോസ്റ്റലിൽ 2 ബസ് കയറിയിട്ട് വേണ്ടിട്ട് പോകാൻ. അപ്പോൾ ആദ്യം മാനാഞ്ചിറ പോയിട്ട് അവിടുന്ന് പുതിയ സ്റ്റാൻഡ് പോയിട്ട് പിന്നെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് അങ്ങനെ പോകണം കേട്ടോ. കുറച്ച് റിസ്ക് ആണ്, പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. രാവിലെ തന്നെ എപ്പോഴും എൻ്റെ മോന്ത എങ്ങനെയാണ് കേട്ടോ. ഞാൻ ബസ് പോകുമ്പോൾ ബാക്കിൽ ഏതൊക്കെ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. അതിൻ്റെ അടിയിൽ എൻ്റെ ബാക്കിൽ ഏതോ ഒരു കാക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. കൈയൊക്കെ കാട്ടുന്നുണ്ട്. മൂപ്പര് അറിയണില്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം 10 മണിക്ക് നമ്മളെ ക്ലാസ് തുടങ്ങി. 9:59 വരെ നമ്മളെ ക്ലാസ്സിന് കയറ്റും. 10:01 ആയാൽ പോലും ക്ലാസ് കയറ്റില്ല. അപ്പം ഞാൻ നേരം എഴുകണ്ടല്ലോ വെച്ചിട്ട് ഞാൻ വേഗം മാനാഞ്ചിറ എത്തിയപ്പോൾ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പുതിയ ടവർക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എയർപോർട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് കേട്ടിട്ട് പാട്ടിനനുസരിച്ച് ഇങ്ങനെ താളൊക്കെ പിടിക്കാം കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര ഒരു മോർണിംഗ് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നേ. എന്താ അറിയില്ല, നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു ഇന്ന്. അപ്പം ഞാൻ പാട്ടൊക്കെ കേട്ട് നല്ല സെറ്റായിട്ടാണ് കേട്ടോ ഒന്ന് കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് ഇത്ര പൊട്ടി വാരിട്ടിക്കണെന്ന് ആരും ചോദിക്കരുത്, കാരണം ഞങ്ങളെ കോളേജിൽ ഗ്രൂമിങ് മെയിൻ ആണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ഈ ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ നമുക്ക് ഫോൺ അലോഡ് അല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഷോർട്ട്സേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇന്ന് നമുക്ക് ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത് ഭയങ്കര കുറവായിരുന്നു. 11 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളേ. നെയില് കണ്ടോ? എന്താ മാന്താനാ? ഇത്ര വലുപ്പല്ലേനല്ലോ, ഇങ്ങനെ ഇങ്ങനെ വലുതായി. അത് വെട്ടാതെ നോക്കിയാ മതിലല്ലയാ. നമ്മളെ കുട്ടി തലയിലച്ച പേനൊരു നെൽച്ചടിച്ച് ഉരുമ്പടിക്കുന്ന മതി. അത്രക്ക് കെയർഫുൾ ആയിട്ട് വളർത്തിയ നഗയാണ്. കണ്ടില്ലേ? നിനക്ക് വല്ല മനസ്സിലാവുണ്ടോ? കണ്ടില്ല, അത്രയും വലുതായി. എന്റെ നഗ ഞാൻ വളർത്തണ്ടോ? പക്ഷെ ഇതൊക്കെ ഇതെന്താ ചാണകം. എനിക്ക് ഈ ഓറഞ്ച് ലേസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പോണേൻ്റെ ഇടയിൽ ഞങ്ങളൊരു ലേസ് വാങ്ങി അയച്ചിട്ടുണ്ടായിരുന്നു. റഷ പിന്നെ കൈയിട്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ വൈത്താല് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം ഇറങ്ങിയ സമയത്ത് കുറച്ച് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം SMലോട്ട് പോയേ. എനിക്ക് ഫോർമൽ പാൻറ്റും ഷർട്ടും എടുക്കണമായിരുന്നു കോളേജിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ മെയിൻ യൂണിഫോം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടണ വരെ ഡെയിലി ഈ ഒരു ടീഷർട്ട് ഇട്ടിട്ട് മടുത്തു. അപ്പോൾ ഞാൻ അതുവരെ ഫോർമൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് ആ പ്ലാനിൽ പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എൻ്റെ പ്ലാൻ അങ്ങോട്ട് മാറി. ഫോർമൽ ഒന്നും ഇട്ടോക്കിയിട്ട് ഒരു ഭംഗി കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, ഇനിയിപ്പോൾ അതിൻ്റെ ബോഡിക്ക് ചേരായിട്ടാണോ എന്ന് അറിയില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ എന്താട്ടി, എനിക്ക് അവിടെ ഓഫറിൽ നല്ല ടീഷർട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഷെയ്ഡ് ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. 99 റുപ്പീസ് ഈ ഒരു ടീഷർട്ടിന് വരുന്നുള്ളൂ കേട്ടോ. എന്തോ നമ്മളെ SMൻ്റെ ഉള്ളിലുള്ള ടോപ്പ് മാൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ടീഷർട്ട് എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 99 രൂപയ്ക്ക് ഓഫറിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അതെടുത്തു. ഫോർമൽ എടുക്കാത്ത എൻ്റെ ബോഡിക്ക് തീരെ ചേരില്ല എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഫോർമൽ ഇന്നെ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെല്ലാം ഇഷ്ടപ്പെട്ടെ. എനിക്ക് ഈയിടെ ആയിട്ട് ലൈറ്റ് കളേഴ്സിനോട് ഭയങ്കര ക്രഷാണ് കേട്ടോ. കാരണം ഇങ്ങനെ കുറച്ച് കുത്തുന്ന ടൈപ്പ് ഓഫ് ടീഷർട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ആ 2 കളേഴ്സും, ഇത് നിങ്ങൾ ആരും ഇന്ത്യൻ്റെ പതാകൻ്റെ കളറാണോ എന്ന് ആരും ചോദിക്കരുത് കേട്ടോ. വൈറ്റും കൂടി എനിക്ക് കറക്റ്റ് അതേപോലെ ആയിരുന്നേ. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്താണ്. പിന്നെ എനിക്ക് മൂക്കുത്തി മേടിക്കാനായിരുന്നു. ഞാൻ മൂക്കുത്തി ഗോൾഡ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഉണങ്ങാത്തതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത്രയും ഹൈറ്റുള്ള ഇപ്പോൾ കുത്തിയതുകൊണ്ട് തന്നെ ഇത്രയും ഹൈറ്റുള്ളത് ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ മാറ്റാമെന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷെ മൂക്കുത്തി കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ സ്ലൈഡ് പിന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് SMന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഒരു സർവത്തും കൂടി മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നേ. 1 മണിക്ക് കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ എത്തുന്നത് ഒരു 3 മണി 4 മണി ആ ഒരു സമയത്താണ് കേട്ടോ. കയറി ചെന്നപ്പോൾ തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഷൂസൊക്കെ വലിച്ചൊറ്റ ഒരു എറിയലാണ്ട് എറിഞ്ഞു. പിന്നെ ഞാനും അമ്മണിയൂട്ടി മാത്രമേ ഞങ്ങളെ റൂമിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയാലും വന്നാലൊക്കെ ഞങ്ങളുടെ റൂമിൽ ഞങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ലോക്കാക്കിയിട്ടാണ് പോവാറുള്ളത്. ഞാൻ വന്ന് ഡോറൊക്കെ തുറന്നു, ഡോറൊക്കെ കുറ്റിയിട്ടു. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഫസ്റ്റ് തന്നെ വാച്ചും കാര്യങ്ങളൊക്കെ ഊരി വെക്കും. എനിക്ക് എന്തോ ഒരു ഈറയാണ് കേട്ടോ. കാരണം വെയിൽ കൊണ്ട് വന്നിട്ട് നല്ല തലവേദന എടുക്കുന്നുണ്ട്. അതിൻ്റെ ദേഷ്യം ഇതൊക്കെയാണ്. ഇനി മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്തൊന്ന് കുളിച്ച് വന്നാലേ വൃത്തിയാവുള്ളേ. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഹെയർ ഒന്ന് ആ ഒരു ഡൊണട്ട് ഊരി എടുക്കലും പിന്നെ ആ ഹെയർ കോംബ് ചെയ്ത് വൃത്തിയാക്കലുമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 10-100 പിന്നുണ്ടാവും തലയിൽ, അതൊക്കെ ഊരി വലിച്ചു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ കേട്ടോ. കാരണം ഞാൻ വരുമ്പോൾ ഡാർക്ക് ഫാൻറ്റസി കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിക്കണേ. ഇനി ഇവിടെ കുറച്ച് മന്തി ഉണ്ട്, കഴിക്കട്ടെ. അപ്പം ഇനി കാണാം.
മന്തി റൈസ് മാത്രമുണ്ട്. ഇത് നമ്മൾ ഇന്നലെ രാത്രി വാങ്ങിയ കേട്ടോ. അപ്പോൾ അത് ചൂടാക്കാൻ വിചാരിച്ചു ഗായ്സ്. അങ്ങനെ ഞാൻ എൻ്റെ പണിയും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മണി വരുന്നതിന് കുറച്ച് മുന്നെയാണ് ഞാൻ എഴുന്നേക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയിലൊക്കെ കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിസ്കരിക്കുന്നത് മഹരിബാണ്. അപ്പോൾ അത്രയും നേരം ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു അന്തം ഉണ്ടായിരുന്നില്ല, കാരണം വെയിൽ കൊണ്ട് വന്ന നല്ല വെയ്യായി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അമ്മണി ഹായ്. അമ്മണി ബിസിയാണ് ഗായ്സ്. അമ്മണി ഒരു വർക്കിംഗ് വുമൺ ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം ബിസി ആയിരിക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. ബൈ എടുത്താ ബൈ.